ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു വരുവാൻ കർത്താവ് അവസരമൊരുക്കിയല്ലോ. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി യെശയ്യാ പ്രവചനം അതിൻ്റെ 53-ാമത്തെ അധ്യായം 4, 5, 6 വാക്യം നമുക്ക് വായിക്കാം. ഐസയ്യാ ചാപ്റ്റർ 53 വേഴ്സസ് 4, 5 and 6. ഹല്ലേലൂയ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്നും വിചാരിച്ചു. എന്നാൽ അവൻ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തനും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. നമുക്ക് പ്രാർത്ഥനയോട് ഈ വചനങ്ങൾ ഒന്ന് ധ്യാനിക്കാം. യെശയ്യാ 53-ാമത്തെ അധ്യായം സാധാരണയായി ആൾക്കാർ 5-ാമത്തെ സുവിശേഷമായിട്ടാണ് അറിയുന്നത്, ദ 5th ഗോസ്പൽ. കാരണം ഇതിൽ പ്രവാചകൻ യെശയ്യാ മുഖാന്തരം സർവശക്തനായ ദൈവം നമ്മുടെ മസിയ, നമ്മുടെ കർത്താവ് അനുഭവിക്കുന്ന കഷ്ടങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചെറിയ അധ്യായമാണെങ്കിലും 12 വാക്യങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ വാക്കിന് എത്ര ആഴമുണ്ട്. നമ്മളിത് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഈ അധ്യായം വായിച്ചങ്ങ് മുന്നോട്ട് പോകും. നമുക്ക് ഇതിൻ്റെ ഓരോ വാക്യങ്ങൾ ചിലപ്പം കാണാപ്പാഠം അറിയാമായിരിക്കും, നമ്മൾ എത്ര പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് പ്രാർത്ഥനയോട് നമുക്ക് ഈ വചനങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ 1, 2, 3 വാക്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതിലെത്ര കാര്യങ്ങൾ നമ്മുടെ മസിയാവിനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഈ 4-ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം. 4-ാമത്തെ വാക്യം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഇവിടെ ഒന്ന് നിൽക്കാം. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. സാക്ഷാൽ, സാക്ഷാലിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിക്കുന്ന ആ വാക്കുകൾ അതിനെത്ര കനമുണ്ട്. പെട്ടെന്ന് വായിച്ച് പോകേണ്ടതല്ല. നമ്മൾ റോഡിൽ പോകുമ്പോൾ ചിലയിടത്ത് ഈ ബമ്പ് ഉണ്ടല്ലോ, സ്പീഡ് ബമ്പ്. ചിലപ്പോൾ ഒക്കെ നമുക്കത് കാണുമ്പോൾ നമുക്ക് ദേഷ്യവും വരും. എന്തിനാ ഇവർ ഈ ബമ്പ് വെച്ചേക്കുന്നത്? അത് നമ്മൾ ഒന്ന് സ്പീഡ് കുറയ്ക്കാനാ, അല്ലെങ്കിൽ അപകടം സംഭവിക്കും. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഓരോ കോമ, ക്വസ്റ്റ്യൻ മാർക്ക്, ഫുൾ സ്റ്റോപ്പ്, സെമിക്കോളൻ, ഇങ്ങനത്തെ പങ്ക്ച്വേഷൻസ് മാർക്ക് ഇട്ടേക്കുന്നത് കാരണം അവിടെ നമുക്കൊന്ന് നിൽക്കാം. ചിലടത്ത് കുറേ നേരം നിൽക്കേണ്ടി വരും, ചിലടത്ത് കുറച്ച് നേരവും നിന്ന് ആ വാക്കിനെ ഒന്ന് ധ്യാനിക്കാമല്ലോ. സാക്ഷാൽ പറഞ്ഞാൽ നമ്മളിത് വായിക്കുന്ന ഇത് പ്രവചനത്തിൻ്റെ വാക്കുകളാണെങ്കിലും യെശയ്യാവിൻ്റെ സമയത്ത് ഇത് പ്രവചന വാക്കുകളാണ്. പക്ഷേ ഇന്ന് 2026 ഇത് പ്രവചനമല്ലല്ലോ, ഇത് സാക്ഷാൽ നടന്ന സംഭവങ്ങളില്ലയോ? ആ സംഭവത്തെക്കുറിച്ചില്ലയോ ദൈവാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്? സാക്ഷാൽ പറയുമ്പോൾ ഇതൊരു കഥയല്ല, യാഥാർത്ഥ്യമാ. എന്താ യാഥാർത്ഥ്യം? അവൻ, അവൻ പറഞ്ഞാൽ ആര്? ഇംഗ്ലീഷിലാണെങ്കിൽ ഹീ. അവൻ പറഞ്ഞാൽ ആര്? ഒരു ഗുരുവിനെ കുറിച്ചല്ല, ഒരു മനുഷ്യനെ കുറിച്ചല്ല, ഒരു ദേവനെ കുറിച്ചല്ല. സർവശക്തനായ ദൈവം സ്വയമേ മനുഷ്യൻ്റെ വേഷം ധരിച്ച് പൂർണ്ണ മനുഷ്യനായി
ഈ ഭൂമിയിൽ നടന്നപ്പം അവൻ നമ്മുടെ രോഗങ്ങളെ എന്തോ ചെയ്തു? വഹിച്ചു. He had borne our griefs. നമ്മുടെ വേദനകൾ, നമ്മുടെ രോഗങ്ങൾ, ഇവിടെ രണ്ട് വാക്കുണ്ട്, ആൻഡ് ക്യാരിഡ് അവർ സോറോസ്. ഒന്ന് വഹിച്ചു, മറ്റേത് ചുമന്നു. വേദനകൾ, നമ്മുടെ രോഗങ്ങൾ നമ്മുടേതാ. ആ വാക്ക് ശ്രദ്ധിക്കണം, നമ്മുടേത്, അവൻ്റേതല്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് മറ്റവർക്ക് വേണ്ടിയല്ലല്ലോ. നമ്മൾക്ക് ഇന്ന് ശരീരത്തിൽ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്, ദുഃഖമുണ്ട്, പ്രതിസന്ധി നമ്മൾ കടന്നു പോന്നു. മറ്റവർക്ക് വേണ്ടിയാണോ അതോ അത് നമ്മുടേതാണോ? ഒന്നിനെ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടവും പ്രയാസവും വേദനകൾ മറ്റവർക്ക് വേണ്ടിയാണോ അതോ ഇത് എൻ്റേതാണോ? ദൈവാത്മാവ് നമ്മളോട് പറയുന്നേ, നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, വേദനകൾ അവൻ ചുമന്നു. നമ്മുടേത്. അവനെ ഇത് വഹിക്കേണ്ടിയത് അല്ലെ ചുമക്കേണ്ടിയ ഒരാവശ്യവും ഇല്ല. നമുക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടിയാ, നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി. ഇന്ന് ഒത്തിരി പേർക്ക്, ഇന്ന് നമ്മൾ ക്രിസ്തീയ ഗോളത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് കർത്താവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയാം. ഇതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടല്ലോ, വായിച്ചേ ആ 4-ാമത്തെ വാക്യത്തിൻ്റെ താഴെ. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. നാമോ അവനെ, ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ആ ക്രിസ്തുവിനെ ക്രൂശിൽ തൂങ്ങുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ക്രൂശ് വഹിച്ചുകൊണ്ട് കർത്താവ് പോകുമ്പോൾ, ജനം അവനെ നോക്കുമ്പോൾ പറഞ്ഞത്, ഇവനെ ദൈവം കൈവിട്ടതാ, ഇവ ദൈവദൂഷണം പറഞ്ഞുകൊണ്ട് ദൈവം ശിക്ഷിക്കുക, ഇവൻ ശപിക്കപ്പെട്ടവനാ, ഇവനെ ദൈവമാ ഈ കഷ്ടതയിൽ നിന്ന് കടന്നു. കാരണം ഇവൻ പറഞ്ഞ ചില കാര്യങ്ങൾ ദൈവദൂഷണങ്ങളായിരുന്നു. അതാ അന്ന് അവിടെ നിന്ന് ജനത്തിൻ്റെ ചിന്ത. ദൈവം ശിക്ഷിക്കുക. ഇന്നും ഒത്തിരി വിശ്വാസികളുണ്ട്, പേരിന് വേണ്ടി പറയുന്നുണ്ട്, ഞാൻ വിശ്വാസി. അവർ ആരാധനയ്ക്ക് വന്ന് ഇരിപ്പുണ്ട്, അവർ പാട്ടും പാടുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, അവരുടെ മക്കൾ സാക്ഷ്യം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ എത്ര നന്മകൾ അവർ അനുഭവിച്ചു എന്ന് അവർ സാക്ഷ്യങ്ങൾ ഇവർ പറയുന്നുണ്ടെങ്കിലും, ഇവരിൽ അല്ലെങ്കിൽ നമ്മളിൽ എത്ര പേർക്ക് ഈ കർത്താവുമായി അടുത്ത ബന്ധമുണ്ട്? അടുത്ത ബന്ധം പറയുമ്പോൾ അവൻ എനിക്ക് വേണ്ടിയ ഇതെല്ലാം സഹിച്ചേന്. ആ അകത്ത ആ ബോധമുണ്ടോ? ആ ചിന്തയുണ്ടോ? എൻ്റെ കർത്താവ് ഇത് എനിക്ക് വേണ്ടിയാ സഹിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിഷയം പറയാറുണ്ടായല്ലോ. കേരളത്തിലെ പെന്തിക്കോസ് നേതാക്കന്മാർ, അവരുടെ ചിന്ത ആഭരണം അത് നിർബന്ധമല്ല. പിന്നെ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു അത് ജസ്റ്റ് പ്രതിഷ്ഠയുടെ ഒരു ഭാഗമാണ്. വേറെ ഒരു പെന്തിക്കോസിൻ്റെ നേതാവ് പറയുന്നത് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് എഴുതിയിട്ടുമില്ല. അവർ പറയുന്നത് സത്യമാണല്ലോ. കോൺസ്റ്റിറ്റ്യൂഷനിൽ, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, IPCയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് എഴുതിയിട്ടില്ല. അത് സത്യമാണ്. കാരണം IPC അല്ലെ ചർച്ച് ഓഫ് ഗോഡോ, ഷാരോണോ, അസംബ്ലീസ് ഓഫ് ഗോഡോ, TPMോ ഇത് ദൈവസഭയല്ല. അതുകൊണ്ട് അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. ഇത് സംഘടനകളാ.
സംഘടന വേണ്ട എന്നല്ല, പക്ഷെ സംഘടനയല്ല ദൈവസഭ. ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ പിതാവ് ഒരു സമയമുണ്ടായിരുന്നു, കുമ്പനാട് കൺവെൻഷനിൽ 6 ദിവസവും ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നതാ. ഒടുവിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പം സംഘടന ആരോനിൻ്റെ സമയത്ത് ജനമുണ്ടാക്കിയ സ്വർണ്ണ കാളക്കുട്ടിയാന്ന് പ്രസംഗിച്ചപ്പം ആ പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ തന്നെ IPCയുടെ നേതാക്കന്മാർ സ്റ്റേജിൽ കയറി എൻ്റെ പിതാവിനെ സ്റ്റേജിൽ നിന്ന് ഇറക്കിയതാണ്. കുമ്പനാട് കൺവെൻഷൻ്റെ ചരിത്രത്തിൽ ഒരു കഥയല്ല, സ്റ്റേജിൽ നിന്ന് ഇറക്കി. അത് കഴിഞ്ഞിട്ട് എൻ്റെ പിതാവ് ഒരിക്കലും കുമ്പനാട് കൺവെൻഷന് പ്രസംഗിക്കാൻ പോയിട്ടില്ല. അന്ന് എടുത്ത വിഷയം സംഘടന ഒരു കാളക്കുട്ടിയ. ഇന്നും ഈ സംഘടനകൾ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതാ, ഞങ്ങളുടെ ബൈലോസ് ഇതാ, ഞങ്ങൾക്ക് പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ട്രഷറർ ഉണ്ട്, ജനറൽ ബോഡി ഉണ്ട്, ഇതെല്ലാം ഉണ്ട് സംഘടനയ്ക്ക്. പക്ഷേ ഈ ഒറ്റ സംഘടന ദൈവസഭയല്ല. അതുകൊണ്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം അത് ഈ സംഘടനകളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങും എഴുതിയിട്ടില്ല. അവർക്ക് എങ്ങനെയെങ്കിലും സംഘടന മുന്നോട്ട് കൊണ്ടുപോകണം. ഞാനിത് പറയുന്നതിൻ്റെ കാരണം, നമുക്ക് ഈ സംഘടനകളുമായി ബന്ധമുണ്ട്. ഞാൻ IPCക്കാരൻ, ഞാൻ ഷാരോൺകാരൻ, ഞാൻ ചർച്ച് ഓഫ് ഗോഡ്, പിന്നെ ഇനി ഇഷ്ടംപോലെ ഇൻഡിപെൻഡൻസ് ഉണ്ടല്ലോ. നമ്മളിൽ എത്ര പേർക്ക് പറയാം ഞാൻ ദൈവസഭയുടെ അംഗമാണ്? കാരണം സംഘടനകൾക്ക് ക്രിസ്തുവുമായി ബന്ധമില്ല. അവർക്ക് ക്രിസ്തുവുമായി ബന്ധം ഒരു വിഷയമേ അല്ല. അവർക്ക് അവരുടെ സംഘടന മുന്നോട്ട് പോകണം, ജനം കൂടണം. അതുകൊണ്ടില്ലയോ പറഞ്ഞത്, ആഭരണത്തിൻ്റെ വിഷയം നമ്മുടെ അപ്പച്ചന്മാർ അബദ്ധം കാണിച്ചു, അല്ലെങ്കിൽ ഒത്തിരി ജനം വന്നേനെ. കാരണം സംഘടനയ്ക്ക് ജനമാണ് വേണ്ടിയത്. ആ ജനം എന്തിന്? പൈസയ്ക്ക് വേണ്ടി, അല്ലാതെ എന്തിന്? സ്ഥാനത്തിനും മാനത്തിനും. ആഭരണം അത് പ്രതിഷ്ഠയാണോ, അതോ ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്ന കാതലായ ഉപദേശമാണോ? പ്രതിഷ്ഠയാണോ, അതോ വേർപാടിൻ്റെ ഉപദേശം, ദൈവവചനത്തിൻ്റെ കാതലായ ഉപദേശം വേർപാടിൻ്റെ ഭാഗമാണോ? ഇതെന്താ, ഞാൻ എൻ്റെ വിഷയം IPC അല്ല. ക്രിസ്തുവുമായി ബന്ധമുള്ളവർ എത്ര പേരുണ്ടെന്നേ? ആ കർത്താവ് എൻ്റെ വേദന പറഞ്ഞാൽ എൻ്റെ ക്യാൻസറോ, എൻ്റെ വയറ്റിളക്കമോ, എൻ്റെ ഷുഗറോ, എൻ്റെ പ്രഷറോ, ഇതാണോ എൻ്റെ കർത്താവ് സഹിച്ചത്? വേദന പറയുമ്പോൾ, എൻ്റെ രോഗങ്ങൾ പറയുമ്പോൾ, ഏത് രോഗമാ? ഇംഗ്ലീഷിലാണെങ്കിൽ ഗ്രീഫ്സ് ആൻഡ് സോറോസ്. ദൈവമായിട്ട് വേർപെട്ട് ജീവിക്കുമ്പോൾ അനുഭവിക്കുന്ന ആ വേദനകൾ, ദൈവമായിട്ട് അടുത്ത ബന്ധമില്ലാത്ത ആ അനുഭവം, അതിലെയോ വേദന. ദൈവമായിട്ട്, സൃഷ്ടിതാവുമായി ഒരു ബന്ധമില്ല. ഇന്ന് എൻ്റെ അനുഭവം, ദൈവമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ടോ? എൻ്റെ കർത്താവ് ഇതെല്ലാം സഹിച്ചത് ഇത് എനിക്ക് വേണ്ടിയാണെന്ന് ആ ബോധ്യം അകത്തുണ്ടോ? ക്രിസ്തുവിൻ്റെ പിന്നാലെ നിർബന്ധത്താൽ ആരും നടക്കല്ലേ. നിർബന്ധത്താൽ നമുക്ക് നടത്താൻ കഴിയത്തതുമില്ല. ക്രിസ്തുയുടെ പിന്നാലെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ആഭരണമോ ബാക്കി കാര്യങ്ങളോ ഒരു വിഷയമല്ല. അവൻ്റെ വിഷയം എൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നെ ആരും കാണല്ലേന്നേ. ഇന്ന് എത്ര പേർ പറയാൻ തുടങ്ങി, ആഭരണമൂറിയ വലിയ മർമ്മമാ. വീണ്ടും ജനനത്തിൻ്റെ അനുഭവമില്ലാത്തവർക്ക് അതൊരു വലിയ കാര്യമാണല്ലോ. ഇന്ന് ചിലർ പറയുന്നുണ്ട്,
ആഭരണം ധരിക്കുന്നവർക്ക് കത്രമേശ കൊടുക്കാത്തവർക്ക് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും, അങ്ങനെ പറയുന്ന ചിലരുണ്ട്. അതിന് എത്ര കണക്ക് കൊടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ ഒരുക്കമാന്നേ, ഞങ്ങൾ അതിന് ഒരുങ്ങിയിരിക്കുക. ഒരു യൂദ ഇസ്കറിയോത്തിയെ തിരുമേശയിൽ പങ്കെടുക്കാൻ ക്രിസ്തു അനുവദിച്ചില്ല. അവൻ ആ പെസയുടെ സദ്യ ഭക്ഷിച്ചു. അവൻ്റെ കാല് നമ്മുടെ കർത്താവ് കഴുകി. പക്ഷെ തിരുമേശയിൽ പങ്കെടുക്കുവാൻ നമ്മുടെ കർത്താവ് അനുവദിച്ചില്ല. ആ തിരുമേശയെ കാത്ത് സൂക്ഷിച്ചു. ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പോൾ ഈ തിരുമേശയെ കാത്ത് സൂക്ഷിക്കേണ്ടിയ ഞങ്ങളുടെ കടമയാണ്. അതിന് കഴുത്ത് കൊടുക്കേണ്ടി വന്നാലും അതൊരു വിഷയമല്ല. ഇതെല്ലാവർക്കും ഉള്ളതല്ല. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് യാത്ര പറയാതെ ഇങ്ങോട്ട് വന്ന് ഈ മേശയെ കൈനീട്ടിയാൽ കുഞ്ഞുകളിയല്ല. ഞങ്ങളൊന്നും പറയത്തില്ല, ഞങ്ങൾ മുട്ടേ നിൽക്കും. കാരണം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പങ്കെടുക്കുമ്പോൾ തന്നെത്താനെ ശോധന ചെയ്തോണം. ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ലോകത്തിൻ്റെ മധ്യത്തിൽ ലോകപ്രകാരം ജീവിക്കുന്നവർ, ലോകത്തെ തന്നെത്താനെ കാണിക്കുന്നവർ, ലോകത്തിൻ്റെ പ്രശംസയും സ്നേഹം നേടുന്നവർക്ക് ഈ മേശയിൽ എങ്ങനെ പങ്കെടുക്കുന്നേ? ഈ മേശയിൽ പങ്കെടുക്കുമ്പോൾ കൈവരയ്ക്കും, തന്നെത്താനെ ശോധനയാ ചെയ്യുന്നേ. നോർത്ത് ഇന്ത്യയിൽ, സെൻട്രൽ ഇന്ത്യയിലൊക്കെ വന്നാൽ ജാതികൾ ഈ സത്യം അറിഞ്ഞിട്ട് അവർ തിരുമേശയുടെ മുമ്പേ വരുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞ് അവർ കരയുക. ആഭരണം ഊരാൻ അവർക്ക് എത്ര വില കൊടുക്കേണ്ടി വരുന്നു. കേരളത്തിൽ ആഭരണം നമ്മുടെ കൾച്ചർ അല്ല. ഇത് മറ്റവരുടെ മുമ്പേ നമ്മളെ തന്നെ കാണിക്കാനുള്ള വേഷമാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ, സെൻട്രൽ ഇന്ത്യയിൽ അത് മറ്റവരെ കാണിക്കാനല്ല, അത് അവരുടെ കൾച്ചറുടെ ഭാഗമാണ്. ഒരു സ്ത്രീ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ നെറ്റിൽ ഒരു പൊട്ടുണ്ട്, തലയിൽ ഇവിടെ ഒരു മാങ്ങിടും, മംഗൾസൂത്രമുണ്ട്, കയ്യിൽ വളയുണ്ട്. ഭർത്താവ് മരിക്കുമ്പോൾ ആ ശവം വീട്ടിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പേ ഭാര്യ ആ ശവത്തിൻ്റെ കാലിൻ്റെ അടുത്ത് നിന്ന് ഈ വളകളെല്ലാം പൊട്ടിക്കും. ആ മംഗൾസൂത്രം ഊരും, ആ പൊട്ടും ഇതെല്ലാം മാറ്റും. അത് കഴിഞ്ഞിട്ട് അവൾ വിധവയാകുന്നത്. പക്ഷെ ഇന്ന് എത്ര വിശ്വാസികൾ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾ ആരോടും അവരുടെ ആഭരണം ഊരാൻ പറയത്തില്ല, വാങ്ങിച്ചിട്ടോളാനാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ അകത്ത് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ പകരമായിട്ടാണല്ലോ ഒരുവൻ എൻ്റെ ദുഃഖവും വേദനകളും സഹിച്ചത്. ആ അകത്ത പ്രേരണ, ആ പ്രകാശനം കിട്ടുമ്പോൾ ആ വ്യക്തി ലോകത്തോട് യാത്ര പറഞ്ഞുകൊണ്ടാ ഇതെല്ലാം മാറ്റിവെക്കുന്നത്. കഴുത്ത് കൊടുക്കേണ്ടി വന്നാലും, രക്തം ചൊരിയേണ്ടി വന്നാലും ഞാൻ ഇനി കർത്താവിന് വേണ്ടി ജീവിക്കും. അതാ വിശ്വാസി. അങ്ങനത്തെ പ്രവർത്തനമുണ്ടായ വ്യക്തി സ്വർഗത്തിൽ പോയാൽ ഇങ്ങനത്തെ അനുഭവം ഇല്ലാത്തവൻ സ്വർഗം കാണുമോ? ഈ രണ്ടുപേരും ഒരിടത്താണോ പോകുന്നത്? ചിലരുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ ഇനി ലോകത്തിനു വേണ്ടി ജീവിക്കത്തില്ല, ഞങ്ങൾ ഇനി ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ. ചിലർക്ക് ക്രിസ്തുവും വേണം, ലോകവും വേണം. ഇവർ രണ്ടും ഒരിടത്ത് എത്തുമോ? ഇവർ രണ്ടിൻ്റെ കർത്താവ് ഒന്നാണോ? ഇവർ രണ്ടിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ആത്മാവ് ഒന്നാണോ? ഇവരെ നടത്തുന്ന ഈ ഒരു വചനം തന്നെയാണോ? ഇന്ന് ചിലരുണ്ട്, അവർ പറയുന്ന സ്വർണത്തെ വെറുക്കുന്നവർ സ്വർഗത്തിൽ എങ്ങനെ പോവും? ഇവ മാനസാന്തരപ്പെട്ടവനാണോ ഈ പറയുന്ന വാക്കുകൾ?
ഇവൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ക്രിസ്തുയുടെ പിന്നാലെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ വായിച്ചത് അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. വേഴ്സ് 4. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഞാൻ പിന്നെയും പറയുന്നത്, നമ്മുടെ വേദനകൾ പറയുമ്പോൾ ഈ ബ്ലഡ് പ്രഷറും ഹാർട്ട് അറ്റാക്കും ക്യാൻസർ അല്ല. സൃഷ്ടിതാവുമായി വേർപെട്ട് ജീവിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന, ആ വേദന അവൻ വഹിച്ചു എന്ന് പറയുമ്പോൾ അതവൻ്റെ സ്വന്തം വേദനയായിട്ടാ അത് വഹിക്കുന്നത്. മറ്റവർക്ക് വേണ്ടി അല്ല, ഇതെന്റെ സ്വന്തമാ. ആ മനസ്സൊന്നൊയ്ക്കേ. നമ്മൾ നമ്മുടെ സ്വന്തം വേദന സഹിക്കുമ്പോൾ നമുക്കകത്ത് വൈരാഗ്യമുണ്ട്, ദുഃഖമുണ്ട്, മനസ്സിൽ എന്തൊക്കെ വിഷയം കടന്നു പോവും. എത്ര പെട്ടെന്ന് ഇതിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ ബന്ധപ്പെടും, ലോകത്തെ അറിയിക്കും, ഉപവാസത്തിൽ ഇരിക്കും. എങ്ങനെയെങ്കിലും നമുക്ക് വേദന വേണ്ട. നമ്മൾ തന്നെ കാണിച്ചു വെച്ച വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടായത് ഇതെല്ലാം. പക്ഷെ നമുക്കിത് വേണ്ട. പക്ഷെ നമ്മുടെ പകരമായി ഒരുവൻ നമുക്ക് വേണ്ടി വഹിക്കുക. അതിൻ്റെ താഴെ നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. നമ്മൾ വിചാരിച്ചത് എന്താ? നമുക്ക് വേണ്ടി അല്ലല്ലോ. ദൈവത്തോട് ഇവൻ വല്ലം ദോഷം ചെയ്ത. പക്ഷെ ഒന്നിന്നെ, ഈ ക്രൂശി തൂങ്ങുന്നവൻ ഞാൻ ദൈവപുത്രനെന്ന് പറയുമ്പോൾ ദൈവദൂഷണമായിരുന്നോ അതോ യാഥാർത്ഥ്യമായിരുന്നോ? അബ്രഹാമിൻ്റെ മുമ്പേ ഞാനാകുന്നു എന്ന് പറഞ്ഞത് ദൈവദൂഷണമാണോ അതോ യാഥാർത്ഥ്യമാണോ? ഇന്ന് ഭൂമിയിൽ ഒത്തിരി ഗുരുക്കന്മാരും സ്വാമികളും വരെ ഒത്തിരി പേരുണ്ടല്ലോ. പാസ്റ്റർമാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ആൾക്കാർ എന്തൊക്കെ പറയും. പക്ഷെ ഈ ക്രൂശി തൂങ്ങുന്നവൻ ഇവൻ പറഞ്ഞ വാക്കുകൾ ദൈവദൂഷണമായിരുന്നോ അതോ യാഥാർത്ഥ്യമായിരുന്നോ? ഇവനല്ലയോ വഴിയും സത്യവും ജീവൻ, വേറെ ആരുമല്ലല്ലോ. 5-ാമത്തെ വാക്യം, വേഴ്സ് 5. എന്നാൽ അവൻ അതിക്രമങ്ങൾ നിമിത്തം മുറിവ് ഏറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റതല്ല, മാത്രമല്ല തകർന്നും ഇരിക്കുന്നു. ഒന്നിന്നെ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം. ഇതിന്ന് വചനം ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി പ്രയാസം പറഞ്ഞ വാക്കുകളില്ല. ഉദാഹരണമായി, ഒരമ്മ അടുക്കളയിൽ പണി ചെയ്യുക. ഗ്യാസ് സ്റ്റോവിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അടുത്ത് കൊച്ച് കളിച്ചുകൊണ്ടിരിക്കുക. കുസൃതിയ. കൊച്ചിനോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, എടാ അടങ്ങിയിരിക്കെ. എത്ര പറഞ്ഞാലും അതിന് മനസ്സിലാകുന്നില്ല. അബദ്ധത്താൽ ഈ കളിയുടെ ഇടയ്ക്ക് ആ കൊച്ചി പാത്രത്തെ തട്ടി. തിളച്ച വെള്ളം കൊച്ചിൻ്റെ പുറത്ത് വീഴാൻ പോവുക. പക്ഷേ ഈ അമ്മ അതിൻ്റെ ഇടയ്ക്ക് ചാടി. കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി അമ്മയുടെ പുറത്തായി തിളച്ച വെള്ളം വീണത്. ആ നിമിഷം നോക്കിക്കേ. ആ കൊച്ചവിടെ നിൽക്കുക. പറഞ്ഞതില്ലയോ ചെയ്യണ്ട, എടാ ഒന്ന് ഇരുന്നേ പറഞ്ഞതില്ലയോ? അമ്മയുടെ വാക്ക് കേട്ടില്ല. അന്നാ കുറച്ച് അനുഭവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആ വെള്ളം അവൻ്റെ പുറത്തു വീഴാൻ അനുവദിക്കുന്നില്ല. ഈ ലോകത്തിൻ്റെ അമ്മയുടെ കാര്യമാണ് പറയുന്നത്. അമ്മയുടെ പുറത്ത് ഈ തിളച്ച വെള്ളം വീണപ്പം അനുഭവിക്കുന്ന വേദനയോ നമ്മുടെ പകരമായി എന്ന് പറയുമ്പോൾ എൻ്റെ പുറത്ത് വീഴേണ്ടിയ ദൈവത്തിൻ്റെ ന്യായവിധി,
ദൈവത്തിൻ്റെ നീതിപ്രകാരമുള്ള ആ ശിക്ഷ ഇവിടെ എഴുതിയേക്കുന്ന wounded for our transgressions. മലയാളത്തിൽ എന്നാൽ അവൻ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അതിക്രമങ്ങള നിമിത്തം മുറിവേറ്റും ഒന്നിന്നെ മുറിവുകള് ആർ കൊടുത്തതാ? അതിക്രമങ്ങളാൽ മുറിവേറ്റു എന്ന് പറയുമ്പോൾ ഈ മുറിവ് കൊടുത്തതാര്? കിട്ടുന്നത് ആർക്ക്? കൊടുത്തതാര്? കിട്ടിയതാർക്ക്? സ്വർഗസ്ഥനായ ദൈവമില്ലയോ ഈ മുറിവുകൾ കൊടുക്കുന്നത്? കിട്ടേണ്ടത് ആർക്ക്? നമുക്കില്ലയോ അതിക്രമങ്ങളാൽ? നമുക്കില്ലയോ ഈ മുറിവുകൾ കിട്ടേണ്ടത്? കിട്ടിയത് ആർക്ക്? ഒരു പാപം അറിയാത്തവൻ, പാപത്തിൻ്റെ ഒരു കളങ്കമില്ലാത്തവൻ അതിക്രമങ്ങളാൽ മുറിവേറ്റു. ഒരു ദയയില്ലാതില്ലയോ അവനെ ചതച്ചത്? മുറിവ് പറയുമ്പോൾ ചെറിയൊരു മുറിവാണോ? ആ ക്രൂശിൽ ആ ശരീരത്തെ നോക്കുമ്പോൾ അതൊരു മനുഷ്യനാണോ തൂങ്ങുന്നത്? ഇത്ര ക്രൂരമായിട്ടാണോ ആ ശരീരത്തോട് ദ്രോഹം കാണിച്ചത്? നമ്മളോട് അങ്ങനെയല്ലയോ ചെയ്യേണ്ടത്? അടുത്തത് അതിക്രമങ്ങളാൽ മാത്രമല്ല, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ അകൃത്യം നിമിത്തം അവനെ തകർത്തുന്ന്. ആ വാക്ക് തകർത്തു എന്ന് പറയുമ്പോൾ മുറിവേറ്റത് മാത്രമല്ല, അവനെ തകർത്തു. അതിൻ്റെ അർത്ഥം ഇനിയും ഒന്നും ചെയ്യാനില്ല. ദൈവത്തിൻ്റെ ക്രോധം അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാമോ? മതി, ഇനിയും ഒന്നും ചെയ്യാനില്ല. നമ്മുടെ നിമിത്തം. അതിൻ്റെ താഴെ അടുത്ത വാക്ക് എഴുതിയേക്കുന്നത് എന്താ? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. അവൻ്റെ അത്രയും മതി. നമ്മുടെ സമാധാനത്തിനു വേണ്ടിയുള്ള ശിക്ഷ. ഞാൻ ആ സമാധാനം അനുഭവിക്കാൻ വേണ്ടി. എങ്ങനത്തെ സമാധാനമാ? ദൈവമായിട്ടുള്ള ആ നിരപ്പ് വരുമ്പോൾ അനുഭവിക്കുന്ന സമാധാനം. നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാമോ, ഞാൻ ആ സമാധാനം അനുഭവിക്കുന്നുണ്ടോ? ആ സമാധാനം അനുഭവിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ജൂൺ 21 ആയിരുന്നു ഇന്റർനാഷണൽ യോഗ ഡേ. ജനം യോഗ ചെയ്യുന്ന കണ്ടല്ലോ. അതൊരു ആരാധനയുടെ രൂപമാണ്. അതൊരു എക്സസൈസ് അല്ല, ഒരു ആരാധനയാണ്. അതുകൊണ്ടാണ് ദൈവമക്കൾ അത് ചെയ്യാത്തത്. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ അത് സ്കൂളുകളിൽ കമ്പൽസറി ആക്കിയോണ്ട് ഇന്ന് നമ്മുടെ മക്കളെ സ്കൂളിൽ വിടാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. യോഗ ഒരു ആരാധനയാണ്. ലോകം അത് ചെയ്യുന്നത് ഒരു സമാധാനത്തിനു വേണ്ടി. നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ക്രിസ്തു നിമിത്തം നമുക്ക് ആ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഈ ക്രിസ്തുയുടെ പിന്നാലെ എന്തിന്? ഞാൻ സംഘടനയുടെ പുറയിലാണോ? അതോ ക്രിസ്തുയുടെ പുറയിലാണോ? നമ്മുടെ നിമിത്തമില്ലയോ? നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു കഥ. ഒരമ്മ വിധവയായിരുന്നു, ഭർത്താവ് മരിച്ചു, അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. ഒത്തിരി ദാരിദ്ര്യത്തിൽ നിന്ന് കടന്നുപോയ ഒരമ്മയാണ്. പക്ഷേ ഒത്തിരി ബന്ധപ്പെട്ട് മോളെ വളർത്തി. മോള ദുഃഖവും അനുഭവിക്കാൻ അമ്മ സമ്മതിച്ചില്ല. അമ്മ ഒത്തിരി കഷ്ടം ത്യാഗം സഹിച്ചു. ആ കൊച്ചു വളർന്നു, നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാ. അവളൊരു ചെറുക്കനെ കണ്ടു, അവനെ കെട്ടാൻ വേണ്ടിയുള്ള മനസ്സായി. ഒരു ദിവസം അമ്മയുടെ അടുത്ത് വന്ന് പറയുക, അമ്മ, ഞാനൊരു ചെറുക്കനെ കണ്ടിട്ടുണ്ട്,
നല്ല പയ്യനാ, എനിക്കിഷ്ടമാ, എനിക്ക് അവനെ കെട്ടണം. അമ്മ പറഞ്ഞു ഓക്കെ. പക്ഷെ അവൾ പറയുന്നേ, അമ്മ ചെറുക്കൻ്റെ അപ്പനും അമ്മ ഒന്ന് നമ്മുടെ വീട് കാണാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിഷയമുണ്ട്, അമ്മയുടെ ശരീരത്തിൽ മുഖത്തൊക്കെ ഇത്രയും പാടുകളുണ്ടല്ലോ, അവരൊക്കെ വന്ന് കണ്ടാൽ അവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല. അവർ ചിലപ്പം ചിന്തിച്ചേക്കും ഇത് വീട്ടിൽ പണി ചെയ്യുന്ന ഒരുത്തിയായിരിക്കും. അതുകൊണ്ട് അമ്മ ഭാരപ്പെടണ്ട, ഞാൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ട്, അമ്മ ഭാരപ്പെടണ്ട. ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയെ കാണാൻ നല്ല ഭംഗിയാണ്, അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അവർ വരുമ്പോൾ 1-2-3 മണിക്കൂറത്തേക്ക് ഞങ്ങളുടെ വീട്ടിലൊന്ന് വന്നാൽ മതി. അപ്പോഴത്തേക്ക് അമ്മ ഒന്ന് മാറി നിന്നാൽ മതി. ആ കൂട്ടുകാരിയുടെ അമ്മ എൻ്റെ അമ്മയാന്ന് പറഞ്ഞ് 2-3 മണിക്കൂർ ഇവിടെ വീട്ടിൽ നിൽക്കും. എന്നാൽ അമ്മ ടെൻഷൻ എടുക്കണ്ട, ഞാൻ അമ്മയെ സ്നേഹിക്കുന്നുള്ളൂ. അമ്മ പറഞ്ഞു എന്നാൽ ശരി, നിൻ്റെ സന്തോഷമില്ലയോ എനിക്ക് പ്രാധാന്യമായിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം മോളെ, എൻ്റെ മുഖത്ത് വന്ന ഈ പാടുകളെല്ലാം അതിൻ്റെ കഥ വല്ലതും നിനക്കറിയാമോ? നമ്മൾ എത്ര കഷ്ടതയിൽ നിന്ന് വന്നതാ. നിൻ്റെ പപ്പ പോയി കുറേ വർഷങ്ങളായി. ഒരു പ്രാവശ്യം വിറക് പറക്കാൻ വേണ്ടി ഞാൻ അടുത്തുള്ള വനത്തിൽ പോയതാ. അവിടുന്ന് മടങ്ങി വരുമ്പോൾ നമ്മുടെ ഈ ചെറിയ കുടിൽ തീ പിടിച്ചായിരുന്നു, നീ അകത്തായിരുന്നു. അടുത്തുള്ള ആൾക്കാർ ദൂരെ നോക്കുന്നതേ ഉള്ളായിരുന്നു. ഞാൻ ഓടി വന്ന് ആ കുടിൽ നിന്ന് തീ പിടിച്ചെങ്കിലും ഞാൻ അകത്ത് വന്ന്, നീ ഉറങ്ങുമായിരുന്നു. നിന്നെ ആ കട്ടിലിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് ഞാൻ വെളിയിൽ ചാടിയതാ. നേരെ അകത്ത് പോയി നിന്നെ വെളിയിൽ കൊണ്ടുവരുമ്പോൾ എനിക്ക് കിട്ടിയ പാടുകളായത് നിന്നോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ മാറി നിൽക്കാം, അതൊരു വിഷയമല്ല. പക്ഷെ മോളെ നീ ഓർത്തോണം, എനിക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. നിനക്ക് ഒരു പാടുപോലും വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ അനുവദിച്ചതായി വേദനയിൽ നിന്ന് കടന്നു പോകാൻ. അത് കേട്ട ഉടനെ മോള് മുട്ടേ താഴെ വീണിട്ട് കരയുക, അമ്മേ കല്യാണം നടന്നില്ലെങ്കിലും വിഷയമില്ല, നീ എന്നെ ഇത്രയും സ്നേഹിച്ചോ, ഇതുവരെ എന്താ പറയാഞ്ഞത്? നീ ആ ചെറുക്കൻ്റെ വീട്ടുകാർ വരുമ്പോൾ ഞാൻ ധൈര്യത്തോടെ അവരോട് പറയും, ഇതെൻ്റെ അമ്മയാ, ഈ പാടുകൾ എനിക്ക് അഭിമാനമാണ്, ഇത് ലജ്ജയുടെ പാടുകളല്ല. അമ്മ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ വിഷയം എന്തിനാ? ക്രിസ്തുയുടെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ അവൻ സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മൾ ചിന്തിച്ചതോ ദൈവം അവനെ ശിക്ഷിച്ചതാ, ദണ്ഡിപ്പിച്ചതാ. നമ്മുടെ അതിക്രമങ്ങളാൽ അവൻ മുറിവേറ്റു. അവനെ ദൈവം എന്തോ ചെയ്തു? ചതച്ചു. നമ്മുടെ സമാധാനത്തിനു വേണ്ടി ഈ ക്രിസ്തുയുടെ പിന്നാലെ നടക്കാൻ ഒരു നിർബന്ധവുമില്ല. ആഭരണം ഒരു വിഷയമേ അല്ല. ആഭരണോ നമ്മുടെ രക്തം ചൊരിയാൻ വേണ്ടി കഴുത്ത് ഒരുക്കത്തോടെ വെച്ചിരിക്കുക. ജീവിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം. എനിക്ക് ലോകം വേണ്ട. ലോകമേ, നിന്റെ സ്നേഹം, നിന്റെ സ്വത്തോ, നിന്റെ മാനം വേണ്ട. ഏലിയാസർ ലാബാന്റെ ഭവനത്തിൽ വന്നപ്പം പെൺകുട്ടി റെബേക്ക പറയുന്നത്, എനിക്ക് ഉടനെ പോകണം. ഇത് കേൾക്കുമ്പോൾ ചിലർ പറയും അവൾക്ക് 10 ഒട്ടകം ആഭരണം ഉണ്ടായിരുന്നല്ലോ. ഇത് മാനസാന്തരപ്പെടാത്തവരുടെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്തയെ വരത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എനിക്ക് ലോകം വേണ്ട, വേർപെട്ട ഒരു ജീവിതം ജീവിക്കുവാൻ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നടക്കുന്നവർക്ക് മാത്രമേ തിരുമേശയിൽ കൈ നീട്ടാൻ അനുവാദമുള്ളൂ. അതിന് ലോകം ഇളകിയാലും വിഷയമല്ല. ഞങ്ങൾക്ക് സംഘടനയല്ല വിഷയം. ഈ വചനത്തിൻ്റെ കാതലായ ഉപദേശത്തിനു വേണ്ടി കഴുത്തു കൊടുക്കേണ്ടി വന്നാലും അതൊരു വലിയ വിഷയമല്ല.
ജീവിക്കുവാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇനി ഒത്തിരി കാര്യങ്ങൾ ഇനിയും ധ്യാനിക്കാനുണ്ട്. പ്രാർത്ഥനയോട് നമുക്ക് ഓരോ വാക്കുകൾ ഒന്ന് ധ്യാനിക്കാം. ഞാൻ ക്രിസ്തുയുടെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത് സംഘടനകളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതൊന്നും എഴുതിയിട്ടില്ല. അത് സംഘടനയാ. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP പോലത്തെ ഒരു സംഘടനയാ IPC, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോണോ, AG. ഇത് ദൈവസഭകളല്ല. വഞ്ചിക്കപ്പെടല്ലേ. ഇത് ആരോന്റെ കൂടെ ജനം കൂടിയിട്ടുണ്ടാക്കിയ സ്വർണ്ണ കാളക്കുട്ടിയാ. ഇതിനെ പൊടിപ്പിച്ച് ജനത്തെ കുടിപ്പിക്കേണ്ട ദിവസമായി. ഇത് ദൈവസഭകളല്ല. ഈ പ്രസിഡന്റ്മാർ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്താൽ ആയതല്ല. ഇത് ഇലക്ഷൻ ജയിച്ച് ആൾക്കാരുടെ വോട്ട് നേടി ഒരുത്തൻ പ്രസിഡന്റ് ആവും, മറ്റവൻ ജനറൽ സെക്രട്ടറി ആവും, മൂന്നാമത്തെ ട്രഷറർ ആവും, പിന്നെ ജനറൽ ബോഡി ഉണ്ട്. ഇതൊന്നും ദൈവസഭയല്ല. ഇത് മനുഷ്യൻ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നേ ബാബേലിന്റെ ഗോപുരങ്ങളാ. ഇവർ മുഖാന്തരം രക്ഷ കിട്ടത്തില്ല. ഇവർക്ക് മനുഷ്യനെ രക്ഷിക്കാനും കഴിയത്തില്ല. കുറെ കൺവെൻഷൻ നടത്താം, കുറെ പൈസ വാരാം, കുറെ മാനം നേടാം. അതുകൊണ്ടില്ലയോ നേതാക്കന്മാരെ കൊണ്ടുവന്ന് സ്റ്റേജ്, മാനസാന്തരപ്പെടാത്തവനെ ഒക്കെ കൊണ്ടുവന്ന് സ്റ്റേജേ ഇരുത്തും. കാരണം ഇവർക്ക് അത് മതി. നമ്മളും ഈ കൂട്ടത്തിലാണോ? അതോ ഇവരിൽ നിന്ന് വേർപെടേണ്ട സമയം അടുത്തോ? ഇവരുടെ മധ്യത്തിൽ നിന്ന് വേർപെടാൻ ഉള്ള സമയം അടുത്തോ? നമ്മളെ തന്നെ ശോധന ചെയ്യാം. ദൈവസഭ ഏത്? ദൈവസഭ എവിടെ? ദൈവസഭയെ നയിക്കുന്നവർ ആര്? ഹല്ലേലൂയ. ഞാൻ വഞ്ചിക്കപ്പെടുവാന്നോ? ഇവരുടെ കൂട്ടത്തിൽ കിടന്നാൽ ഇവരുടെ പുറത്ത് വീഴുന്ന ന്യായവിധി എന്റെ പുറത്തും വീഴുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരുടെ മധ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ക്രിസ്തുവിടെ പിന്നാലെ നടക്കേണ്ട ദിവസങ്ങളായത്. കർത്താവിന്റെ വരവടുത്തു, മണവാളൻ വരാറായി. മണവാളന്റെ വരവിനു വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചു വന്ന് ആരാധനയെ പങ്കെടുക്കാൻ നീ സഹായിച്ചതിനായി സ്തോത്രം. സ്തോത്രം കർത്താവേ. നിന്റെ വചനത്തിന്റെ ആഴമായ സത്യങ്ങൾ നീ വെളിപ്പെടുത്തി തരുന്നതിനായി സ്തോത്രം. നിന്റെ പിന്നാലെ, നിന്നെ സ്നേഹിച്ച്, നിന്റെ സാന്നിധ്യത്തിന്റെ ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. ഞങ്ങൾ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. സാക്ഷാൽ നീ ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി വഹിച്ചു, ചുമന്നു, മുറിവേറ്റു, നീ തകർക്കപ്പെട്ടു കർത്താവേ. ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി. ഈ തന്നിരിക്കുന്ന ആയുസ് നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. തന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം കർത്താവ് കൃത്യമായി ചെയ്യുവാൻ സഹായിച്ചു. ദൈവം കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ തിരിച്ച് ഭോപ്പാലിലേക്ക് പോകുന്നു. ദൈവഹിതമാണെങ്കിൽ സെപ്റ്റംബറിൽ പിന്നെയും മടങ്ങി വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഭോപ്പാലിൽ നിന്ന് കേരളത്തിലേക്ക് മൂവ് ചെയ്യുന്നില്ല.
ഞങ്ങൾ ഭോപ്പാലിൽ തന്നെ ആയിരിക്കും. ഞങ്ങളുടെ അവിടെ ചെറിയൊരു കൂട്ടായ്മയും ബാക്കി കാര്യങ്ങളെല്ലാം ശുശ്രൂഷകൾ നോർത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യയിലായതുകൊണ്ട്, ഇന്ത്യയിൽ ഒരു 26 സ്റ്റേറ്റുകളിൽ ശുശ്രൂഷകളായതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ആയിരിക്കും. പക്ഷേ കേരളത്തിൽ ഞങ്ങൾ നമ്മുടെ യോഗ ക്ലാസ്സസ്, ക്യാമ്പ്സ് നടത്താൻ വേണ്ടിയുള്ള സ്ഥലം മാത്രമാണ്. സോ ഇവിടെ ക്യാമ്പ് നടത്താൻ സമയത്ത് മാത്രമേ ഞങ്ങൾ ഇവിടെ വന്ന് ക്യാമ്പ്സ് നടത്തുന്നതായിരിക്കും. സോ ആരും ചിന്തിക്കല്ലേ ഞങ്ങൾ മധ്യപ്രദേശിൽ നിന്ന് ഞങ്ങൾ കേരളത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരിക്കലുമില്ല. കർത്താവിൻ്റെ വരവ് വരെ ഞങ്ങളുടെ ആഗ്രഹം അവിടെ തന്നെ ബേസ് ചെയ്ത് ശുശ്രൂഷിക്കുവാൻ. ക്യാമ്പ്സിന് വേണ്ടി മാത്രമായി സ്ഥലം ഞങ്ങൾ കർത്താവ് ഒരുക്കി തരുന്നത്. സോ ഇതെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രതികൂലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവിൻ്റെ വരവടുത്തു, സഭ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഈ ദിവസങ്ങളിൽ കർത്താവിൽ ശരണപ്പെടാം, ബലപ്പെടാം. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.